ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണ റെസിപ്പി ഒരു പനീർ കൊഫ്തയാണ്. അപ്പോൾ അത് പൊറോട്ടയുടെയും ബിരിയാണിയുടെയും റൈത്തയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റണ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതാണ് ഞാൻ എൻ്റെ കിരിപ്പൊറോട്ടയുടെ കൂടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ റെസിപ്പി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പനീർ തയ്യാറാക്കി എടുക്കാം. ഇപ്പൊ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ 1 ലിറ്റർ ഫുൾ ഫാറ്റ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഫാറ്റ് കണ്ടന്റ് ഉള്ള മിൽക്ക് തന്നെ എടുക്കണം കേട്ടോ. പിന്നെ ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ അളവിലുള്ള വൈറ്റ് വിനെഗർ എടുത്തിട്ടുണ്ട്. വിനെഗറിന് പകരം നിങ്ങൾക്ക് ഇതേ അളവിൽ ലെമൺ ജ്യൂസും ആഡ് ചെയ്യാവുന്നതാണ്. അതിലെ കുരുവും ഇതെല്ലാം മാറ്റിയ ശേഷം ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ഈ പാല് നന്നായിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ കുറേശ്ശെ വിനെഗർ ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് നിങ്ങൾ വീഡിയോ നന്നായിട്ട് വാച്ച് ചെയ്യുക. കോൾഡ് വാട്ടറും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ അപ്പോൾ നമ്മൾ ഈ കൊഫ്ത തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പനീർ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്ത ശേഷം ഇത് കൈയുടെ ഈ ഭാഗം വെച്ചിട്ട് ഇങ്ങനെ തേച്ചങ്ങ് മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ടൊന്ന് തേച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ കൗണ്ടർ ടോപ്പ് നല്ല ക്ലീൻ ചെയ്തെടുത്ത ശേഷം അതാണ് നല്ലത്. ഞാൻ ഡെറ്റോളും വിനെഗറും ഒക്കെ ഒഴിച്ചപ്പോഴും കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ കൈവച്ചിട്ട് ഇങ്ങനെ തേച്ച് നന്നായിട്ട് ഇതങ്ങ് സോഫ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ ഞാൻ അങ്ങനെയൊന്ന് എടുത്തിട്ട് വരാം. 1 മിനിറ്റ് സ്കിപ്പ് ചെയ്ത് പോയി കളയല്ലേ. എന്റെ വീഡിയോസും ചാനലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വീഡിയോയുടെ താഴെയുള്ള ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കൂടെ ഒരു ബെല്ലൈക്കൺ വരും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിന്റെ താഴെ ഇങ്ങനെ ഓപ്ഷൻസ് വരും, അതിൽ ഓള് ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. താങ്ക് യു. ഞാനിപ്പോ 1 ലിറ്റർ പാലിന്റെ പകുതിയാണ് കൊഫ്ത ചെയ്യാൻ എടുത്തത്. അപ്പോ അതിന്റെ പകുതി ചീസ് ഞാൻ 2 സ്പൂൺ മാവും അല്പം ഉപ്പും കൂടി ചേർത്ത് കൊഫ്തയ്ക്ക് ചീസ് മിക്സ് ചെയ്യുന്ന പോലെ തന്നെ മിക്സ് ചെയ്ത ശേഷം ഇതുപോലെ ഒരു ബാറാക്കി ഫ്രിഡ്ജിൽ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ ഒന്ന് മിസ്സായി പോയി. ഇപ്പൊ ഞാൻ ആഡ് ചെയ്തതാണ്. അപ്പൊ നിങ്ങൾ 1 ലിറ്റർ പാലിന്റെ ചീസും എടുത്ത് കൊഫ്ത ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മസാലയുടെ ഡബിൾ ക്വാണ്ടിറ്റി എടുക്കാം കേട്ടോ. അപ്പൊ ഇത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിലുള്ള മൈദ മാവ് അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്ത പീനട്ട്, ഇതിന്റെ അളവെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പിഞ്ച് അളവിലുള്ള 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ, പിന്നെ ഗാർലിക്, കൊറിയാണ്ടർ ലീവ്സ്, ചില്ലി, ഗ്രീൻ ചില്ലി, ജിഞ്ചർ, കാർഡമം പൗഡർ 1/4 ടീസ്പൂൺ ഉണ്ട്, സോൾട്ട് ആവശ്യത്തിന് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക.
ഇപ്പൊ നമ്മുടെ ഈ ബോൾസ് നമ്മൾ ഫ്രൈ ആക്കി എടുക്കണം. ഇതൊരു ഗോൾഡൻ കളറിൽ നമ്മൾ ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പൊ ഈ കൊഫ്തയുടെ ഗ്രേവി തയ്യാറാക്കാനായിട്ട് ഞാൻ മീഡിയം സൈസിലെ 2 ഒനിയൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കൊറിയാണ്ടർ ഉണ്ട്, സ്പ്രിംഗ് ഒനിയൻ ഉണ്ട്. 1 മിനിറ്റ് സ്കിപ്പ് ചെയ്ത് പോയി കളയല്ലേ. എന്റെ വീഡിയോസും ചാനലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വീഡിയോയുടെ താഴെയുള്ള ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കൂടെ ഒരു ബെല്ലൈക്കൺ വരും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ അതിന്റെ താഴെ ഇങ്ങനെ ഓപ്ഷൻസ് വരും, അതിൽ ഓള് ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കാം. താങ്ക് യു. ഇപ്പൊ ഞാനൊരു തവയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ഇതെല്ലാം ഇട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. നമ്മളിത് സോട്ട് ചെയ്യാൻ ഓയിൽ ഒഴിക്കുമ്പോൾ ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി കേട്ടോ. നമുക്ക് പിന്നെ ഇതിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്യാനുണ്ട്. ഇപ്പൊ നമുക്ക് ടൊമാറ്റോ പ്യൂരി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 4 ടൊമാറ്റോ മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അത് പീൽ ചെയ്തിട്ടാണ് ഇതുപോലെ ഒന്ന് മിക്സിയുടെ ജാറിൽ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 1.5 ടീസ്പൂൺ അളവിൽ കൊറിയാണ്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ അളവിൽ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിത് ചെറു തീയിൽ തന്നെ സോട്ട് ചെയ്യണം കേട്ടോ. ഈ മസാല ആഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിന്റെ തീ കുറച്ചാണ് വെച്ചിരുന്നത്. ഇനി നമുക്ക് ഹീറ്റ് ഒന്ന് കൂട്ടി കൊടുക്കാം. നമ്മുടെ ഗ്രേവി കുക്കായി ചെറുതായിട്ട് ഇങ്ങനെ ഓയിലൊന്ന് തെളിഞ്ഞു വന്ന് തുടങ്ങുന്നല്ലോ. അപ്പൊ ഈ സമയത്ത് ഇതിന്റെ മിഡിൽ ഇങ്ങനെ ഒന്ന് മാറ്റിയ ശേഷം ഹീറ്റ് ഒന്ന് ലോയിലോട്ട് ആക്കുക. എന്നിട്ട് നമ്മൾ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 50 ഗ്രാം അളവിലുള്ള ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കാഷ്യൂ, ഒരു 10 കാഷ്യൂ മിക്സിയിലൊന്ന് അരച്ചെടുത്ത് കുറച്ച് വെള്ളം ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുക. ഹീറ്റ് ഒന്ന് കൂട്ടി കൊടുക്കാം. ഇതിപ്പോ നന്നായിട്ട് നമ്മുടെ ഗ്രേവി ബോയിലായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കൊഫ്ത ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഇതിന്റെ അരികില ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും കേട്ടോ. ഒരു ലോ ടു മീഡിയം ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യാം. ഈ സമയം കസ്തൂരി മേത്തി അല്ലെങ്കിൽ ഒരു പിഞ്ച് ഉലുവാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ഒരു പാകത്തിൽ ഇത് ഇറക്കാണ്. ഹീറ്റ് ഓഫ് ചെയ്യാം. ഇപ്പൊ ഞാൻ നമ്മുടെ പനീർ കൊഫ്ത ഒരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റി കൊറിയാണ്ടറും സ്പ്രിംഗ് ഒനിയനും വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ ഈ കറിയാണ് എന്റെ കീഴ്പറോട്ടയോടൊപ്പം ചെയ്തത്. സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ വെജിറ്റേറിയൻസിനായാലും നോൺ വെജ് കഴിക്കുന്നവർക്കായാലും നല്ല ഒരു റെസിപ്പിയാണിത്. തീർച്ചയായിട്ടും വീട്ടിലെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ചാനലും റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.